ഫ്രം ദ ഡെയിലി സ്പീക്കിംഗ് ട്രീ. ഇന്ന് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കണം. നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില വിഷൻസ് ഉണ്ടാവും, അതായത് ദർശനങ്ങൾ. എന്തെങ്കിലും അതൊന്നും അങ്ങനെ നിസ്സാരമായിട്ട് അങ്ങനെ തട്ടിക്കളയരുത്. ചില ദർശനങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചാൽ പോലും അതിന് ഉത്തരം കിട്ടത്തില്ല, ഒരു പസിൽ പോലെയൊക്കെ ആയിരിക്കും. എന്നിരുന്നാൽ പോലും അത്രയും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ദർശനമാണെങ്കിൽ പോലും ജസ്റ്റ് ടേക്ക് ഇറ്റ് സീരിയസ്ലി. ഒരിക്കലും ആ ദർശനങ്ങളെ വളരെ നിസ്സാരമായിട്ട് തട്ടിക്കളയരുത്. നമ്മൾ അതിനെ സീരിയസ് ആയി എടുക്കണം. ഇപ്പം എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളൊരു ദർശനം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു തരത്തിലുള്ളൊരു ദർശനമാണ്. എന്നാൽ ഞാൻ സ്പിരിച്വലി അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് ഒത്തിരി ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. അതിനേക്കാളേറെ നമ്മൾ ബൈബിളിൽ പറയുന്നുണ്ട്, വിഷൻസൊക്കെ ഒത്തിരി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡാനിയലിൻ്റെ ചാപ്റ്റർ വായിക്കുകയാണെങ്കിൽ, ഡാനിയൽ പ്രവാചകൻ ഒത്തിരി ദർശനങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുന്ന അത്തരം ഒരു ഗിഫ്റ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ ആലോചിച്ച് നോക്കിയേ, ഈ ഡാനിയൽ പ്രവാചകൻ ദർശനങ്ങളെയൊക്കെ വളരെ നിസ്സാരമായി തള്ളിക്കളഞ്ഞിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ ആ ഒരു അറിവോ ഈശോയെ മനസ്സിലാക്കാനോ ഒന്നും സാധിക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, നമുക്ക് ദർശനങ്ങൾ കിട്ടുമ്പോൾ, ചിലപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ദർശനങ്ങളാണെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിരിക്കും. അത് നമ്മളുടെ ബുദ്ധി കൊണ്ട് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിനൊരു മീനിങ്ങും കണ്ടെത്താൻ സാധിക്കില്ല. നമ്മൾ വിചാരിക്കും ഇതിനെന്താ അർത്ഥം, ഇതിനൊരു അർത്ഥമില്ലല്ലോ. പക്ഷേ അങ്ങനെ പറഞ്ഞ് നമ്മൾ ഒരിക്കലും തട്ടിക്കളയരുത്. ഇതിനുള്ളൊരു ഗ്യാരണ്ടി എന്താണെന്നറിയോ? ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സാധിക്കണം. കാരണം ചില കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കാം, പക്ഷേ എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ദർശനം വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം അറിഞ്ഞിട്ട് തന്നിട്ടുള്ള ദർശനമാണ്. പക്ഷേ ഇവിടെ ദൈവത്തിന് എന്തൊക്കെ പ്രവർത്തിക്കാനുണ്ട്, എന്താ പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഉത്തരം, ഞാൻ എന്ത് ചെയ്യണം എന്നൊന്നും നമുക്ക് ചിലപ്പോൾ ആലോചിച്ചാൽ മനസ്സിലാവില്ല. അതൊക്കെ നമ്മുടെ ചിന്തയ്ക്ക് അതീതമായിരിക്കും. നമ്മുടെ ഒരു ആ ഒരു യെസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം നമ്മളൊരു ജസ്റ്റ് ഒരു യെസ് പറയുമ്പോൾ അവിടെയാണ് ഈശോ നമ്മൾ എത്രമാത്രം ഒബീഡിയൻ്റ് ആണ്, നമ്മൾ ഈശോനെ കണ്ണടച്ച് നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാവുന്നുണ്ടോ, അതാണ് ഈശോ നോക്കുന്നത്. ഒരു പക്ഷേ ആ ഒരു പ്രൊജക്റ്റ് ഫെയിലാകാം അല്ലെങ്കിൽ സക്സസ് ആകാം. അതൊക്കെ ഈശോയ്ക്ക് അറിയാം. എൻ്റെ ഒരു കഴിവ് എത്രമാത്രമാണ്, എൻ്റെ ലിമിറ്റേഷൻസ് എന്താണ്, എനിക്ക് എത്രത്തോളം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും, ഇതൊക്കെ ഈശോയ്ക്ക് അറിയാം നന്നായിട്ട്. എൻ്റെ കഴിവുകളെ പറ്റിയിട്ട് ഏറ്റവും നന്നായിട്ട്, എന്നെക്കാളും നന്നായിട്ട് അറിയുന്ന ഒരു ഈശോയ്ക്ക് ഞാൻ തോൽക്കുമോ ജയിക്കുമോ എന്നതൊക്കെ ഈശോയ്ക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒന്ന് മാത്രമാണ് ഈശോയ്ക്ക് പിടി കിട്ടാത്തത്. ഞാൻ ആ ഒരു മൊമെൻറ്റിൽ യെസ് ആണോ പറയാൻ പോകുന്നത്, നോ ആണോ പറയാൻ പോകുന്നത്, ഇത് ഈശോയ്ക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ പോലും ഈശോ നമ്മളിൽ നിന്ന് അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അതിന് നമ്മൾ യെസ് പറഞ്ഞ് ഈശോൻ്റെ കൂടെ ആയിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ ഒരിക്കലും അതിനെ ബുദ്ധിപരമായിട്ട് ആലോചിച്ച് ഇത് ശരിയല്ല, ഇങ്ങനെയല്ല, അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തട്ടിക്കളയുന്നുണ്ടെങ്കിൽ നമ്മുടെ അഹങ്കാരവും അതൊക്കെ പ്രൈഡിൻ്റെ ഒരു ലക്ഷണമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന പൂർണ്ണ ബോധ്യം, ഇതൊരു പ്രാർത്ഥന തന്നെയായിരിക്കണം. എൻ്റെ ജീവിതത്തിൽ എന്ത് നടന്നാലും അത് ഈശോ അറിയാണ്ട് നടക്കത്തില്ല എന്നേ. എല്ലായിടത്തും അത് ഈശോൻ്റെ ഒരു കയ്യൊപ്പ് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ നടക്കണമെന്നും അങ്ങനെ ചെയ്യണമെന്നും ഇന്ന ആളെ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്നും ഇതൊക്കെ ഈശോ അറിയാതെ ഒന്നും നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഈശോ എല്ലാം അറിയുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ബുദ്ധി കൊണ്ട് നമ്മൾ തെറ്റെന്ന് പറയുന്ന കാര്യം പോലും ഈശോ അറിഞ്ഞുകൊണ്ട് അത് ശരിയാണ്, അതെങ്ങനെ തെറ്റാവുന്നത്? കാരണം ഈശോ അറിഞ്ഞിട്ടല്ലേ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന തെറ്റുകൾ പോലും, അതുകൊണ്ടാണ് ഈശോയ്ക്ക് അത്രമാത്രം നമ്മളോട് ക്ഷമിക്കാൻ സാധിക്കുന്നത്. നമ്മൾ എത്ര വലിയ പാപിയാണെങ്കിൽ പോലും ഈശോയ്ക്ക് നമ്മളെ ക്ഷമിക്കാൻ സാധിക്കുന്നത്. ഈശോയ്ക്ക് അറിയാം ഇതിങ്ങനെ തന്നെയാവും ഉണ്ടാവുക എന്ന്. പക്ഷെ ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ എങ്ങനെയാണ് ആ പാപത്തിൽ നിന്ന് നമുക്ക് പിൻവാങ്ങാൻ സാധിക്കുകയും അതുപോലെ നന്മയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യാൻ ഉള്ള ഒരു പക്വത നമ്മളിലുണ്ടോ എന്നതാണ് ഈശോ നമ്മളിൽ നോക്കുന്നത്. നമുക്ക് ആ ഒരു മൊമെൻറ്റിൽ എങ്ങനെ ഈശോയുടെ കൂടെ ആയിരിക്കാൻ സാധിക്കും? ഇതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേടേണ്ട ഒരു കൃപ തന്നെയാണ്. നമുക്ക് റൈറ്റ് ടൈമിൽ റൈറ്റ് ഡെസിഷൻ എടുക്കാൻ, അവിടെ ബുദ്ധിപരമായിട്ട് ആലോചിക്കാതെ ഈശോൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയൊന്നും വേണ്ട, ബുദ്ധിയും ക്വാളിഫിക്കേഷൻസും ഒക്കെ മാറ്റി വെച്ചിട്ട് ഈശോൻ്റെ കൂടെ മാത്രമായിട്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്കൊരു ശിശുവിനെ പോലെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ലോകത്തെപ്പറ്റി അറിയത്തില്ല. ആ ഒരു കുട്ടിയുടെ ഒരു ഇന്നസെൻസ് ഉണ്ടാവും എല്ലാ കാര്യങ്ങളിലും, ഒരു നോട്ടത്തിലും പ്രവൃത്തിയിലും ഏത് ആക്ഷനിൽ പോലും ആ കുട്ടിക്കൊരു ഇന്നസെൻസ് ആണ്. ആ കുട്ടി വലിയ തത്വങ്ങൾ പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ക്വാളിഫിക്കേഷൻ നേടിയിട്ടോ ബുദ്ധിപരമായിട്ട് ആലോചിച്ചിട്ടോ ഒന്നുമല്ല. അപ്പോൾ കാരണം ഒരുപാട് ഇപ്പോൾ യൂട്യൂബൊക്കെ കണ്ട് പിള്ളേരൊക്കെ അങ്ങ് ഒരുപാട് അറിവ് നേടുകയാണ് ഇത്ര ചെറിയ പ്രായത്തിൽ പോലും. പക്ഷേ നമ്മളുടെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇന്നസെൻസ് ആണ്. കുട്ടികൾ ഇത്രമാത്രം ചിന്തിക്കൊന്നുമില്ല, ഒരുപാട് ആലോചിച്ച് കൂട്ടൊന്നുമില്ല. അവർക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ബട്ട് അവർക്ക് അവരുടെ പ്രവൃത്തിയിലും ചിന്തയിലും ഒക്കെ, ഈവൻ അവരൊരു പുഞ്ചിരിയിൽ പോലും ഭയങ്കര ഒരു ഇന്നസെൻസ് ഉണ്ട്. ഈശോ ആഗ്രഹിക്കുന്നത് നമ്മൾ എത്ര വളർന്നു വലുതായാലും ആ ഒരു ഇന്നസെൻസ്, ആ ഒരു കുട്ടിത്വം. ഞാനൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഇതായിരുന്നു, പണ്ട് തൊട്ടേ അങ്ങനെയാണ് പ്രാർത്ഥിക്കുക. ഈശോയെ, ഞാൻ എത്ര വളർന്നു വലുതായാലും എൻ്റെ ഉള്ളിൽ ആ കുട്ടിത്വം എന്നും ഉണ്ടായിരിക്കണേന്ന്. ഞാൻ ഒത്തിരി അത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും അതിനങ്ങനെ എന്താ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയില്ല. പക്ഷേ ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ശരിക്കും ഒരു പ്രാർത്ഥനയായിരുന്നു എന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അന്നൊക്കെ ഞാൻ ജസ്റ്റ് അത് വെറുതെ ഒരു ആഗ്രഹം മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് എനിക്കറിയാം അതൊരു പ്രാർത്ഥനയായിരുന്നു. എനിക്കെല്ലാം ഒരു ഇന്നസെൻ്റായിട്ട് എനിക്കെല്ലാം കാണാൻ സാധിക്കണേ. അതൊരു പ്രാർത്ഥന, അത് ഈശോ കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും എനിക്കത് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഉള്ളിൽ അതേപോലെ തന്നെ ഒരു കുട്ടിത്തം നിൽക്കുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ഇന്നസെൻ്റായിട്ട് ചിന്തിക്കാനും എനിക്ക് പറ്റുന്നുണ്ട്. സോ അത് ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് അത് സാധ്യമാവുന്നത്. അപ്പം ഞാൻ പറഞ്ഞു തന്ന കാര്യം ഇതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരുപാട് വേദനയിലും ഒന്നും ജീവിക്കേണ്ടവരല്ല. നമ്മളൊക്കെ ലൈഫ് വളരെ കാം ആൻഡ് ക്വയറ്റായി പീസ്ഫുള്ളായി ഈശോയോട് പ്രാർത്ഥിച്ച് ഈശോയോട് കൂടെ ആയിരുന്ന് നമ്മൾ ശാന്തമായി ജീവിക്കേണ്ടവരാണ്. അല്ലാതെ നമ്മളെപ്പോഴും ഇങ്ങനെ ഒരുപാട് അടി കൂടിയും വഴക്ക് കൂടിയും അങ്ങനെയല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതമൊക്കെ ഭയങ്കര സിമ്പിളായിരിക്കണം. ഈശോൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതമൊക്കെ സിമ്പിളാണ്. കാരണം നമ്മുടെ വിഷമത്തിൽ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഭാരങ്ങളൊക്കെ ഈശോ അങ്ങ് ഏറ്റെടുത്തോളും. അപ്പോൾ വളരെ ലൈഫ് എൻജോയ് ചെയ്യാവുന്ന അടിച്ചു പൊളിക്കണം എന്നല്ല, നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് ഈശോൻ്റെ കൂടെ ഒരു പ്രാർത്ഥനയോട് കൂടി ജീവിക്കേണ്ട ഒരു ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഇതാണ് ഇന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു തോട്ട്.